എക്സ്പീരിയൻസ് പറയോ ഇപ്രാവശ്യത്തെ ഞാൻ സിനിമാ രംഗത്ത് 50-55 വർഷത്തോളം സീരിയൽ രംഗത്താണെങ്കിലും ദൂരദർശന്റെ ആദ്യത്തെ സീരിയൽ ഞാനുണ്ട്. അന്നത്തെ പോലെ എല്ലാവരും താരങ്ങളാണ്. ഇന്ന് സീരിയൽ താരങ്ങളുണ്ട്, അന്ന് സീരിയൽ താരങ്ങളില്ല. അന്ന് സിനിമാ താരങ്ങളാണ് സീരിയലിന്റെ വിളിക്കുന്നത്. പിന്നീട് അന്ന് നല്ല നിലവാരമുള്ള സീരിയലുകൾ ഉണ്ടായിരുന്നു. വീട്ടിനകത്ത് കുടുംബത്തോടിരുന്ന് കാണാൻ പറ്റുന്ന തരത്തിലുള്ള സീരിയലുകളായിരുന്നു. ശ്രീകുമാരന്റെ സഭഗ്നി, പിന്നെ ഉറൂബിന്റെ സുന്ദരികളും സുന്ദരന്മാരും, അങ്ങനത്തെ ഒട്ടേറെ മമ്മൂക്കയുടെ ജ്വാലയായി, അതിലെ കുറുപ്പ് മാരാരിക്കുളം സംവിധാനം ചെയ്ത സ്വയംവരം, പിന്നെ അങ്ങനെ മോഹൻരാജിന്റെ മോഹൻദാസിന്റെ, അങ്ങനെ ഒട്ടേറെ നല്ല നല്ല ഡയറക്ടേഴ്സിന്റെ നല്ല നല്ല സംഭവങ്ങളുള്ള സമയത്താണ്. ഇന്നതല്ല. ഇന്ന് വീട്ടിനകത്ത് അച്ഛനും മക്കൾക്കും അമ്മാവിക്കും മരുമോക്കും ഒരുമിച്ചിന്ന് കാണാൻ പറ്റാത്ത തരത്തിലുള്ള സീരിയലുകൾ ചിലത്, ഞാൻ പറയും എല്ലാമല്ല ചിലത്. അപ്പൊ അതിനെയൊക്കെയാണ് ഇന്നത്തെ നമ്മളെ ചെയർമാൻ, സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ചെയർമാൻ വിമർശിച്ചു. ആ വിമർശിച്ചതിലും ഉണ്ട് ചില സീരിയലുകളും ചില സിനിമകളും ചില യൂട്യൂബ് സംഭവങ്ങളും. അപ്പൊ ആ ചില ഇതുള്ളത് ഏതെന്ന് പറയണം എന്ന് പറഞ്ഞാൽ അതിന്റെ സാങ്കേതികത എന്താണ്? അപ്പൊ ആ ചിലത് ഏതാണെന്നുള്ളത് അവർക്ക് മനസ്സിലാവും. ഞാനും സീരിയൽ കൊണ്ട് ഇന്നും ജീവിക്കുന്ന ഒരാളാണ്. ഇന്നലെ വരെയും ഷൂട്ടിങ്ങുണ്ടായിരുന്നു സീരിയലിന്റെ. അത് സീരിയൽ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് നിത്യേനുള്ള ചിലവുകൾ കിട്ടും. പക്ഷെ നാളെ വീട് ഒന്നുകൂടി കാണാം എന്നത് നടക്കില്ല. സിനിമയെ സംബന്ധിച്ച് ഒരു ദിവസം ഒരു വർക്ക് പോകേണ്ട കിട്ടും. നമ്മൾ മൺമറിഞ്ഞു പോയാൽ നമ്മളെ പിന്തലമുറക്കാർക്ക് ആ സിനിമ കാണാൻ നമ്മൾ ചെയ്യണം. അപ്പൊ ഇതൊക്കെ ഈ സിനിമയൊക്കെ അതുള്ള, അല്ലെങ്കിൽ ചലച്ചിത്ര ലോകത്ത് സീരിയലായാലും സിനിമയായാലും ചലച്ചിത്രം തന്നെ സ്ക്രീൻ മാത്രമേ അതിന് വ്യത്യാസം വരുന്നുള്ളൂ. വീട്ടിലാണെങ്കിൽ സീരിയലാണെങ്കിൽ നമുക്ക് വീട്ടിനകത്ത് ഇങ്ങോട്ട് വരും, സിനിമയാണെങ്കിൽ നമ്മൾ അങ്ങോട്ട് പോയി കാണാം. ഇതേ ഉള്ളൂ വ്യത്യാസം. അപ്പൊ ഇതില് സന്തോഷം പകരുക എന്ന് പറയുന്നത് സിനിമ തന്നെയാണ്. കാരണം വേറെ ആരും നമ്മൾ തിയേറ്ററിൽ പോയി ശല്യപ്പെട്ടില്ല. വീട്ടിൽ ടി വി ആണെങ്കിൽ പോയി മറ്റേ എടുത്തോണ്ടോ, അല്ലെങ്കിൽ ചായ എടുത്തോണ്ടോ, ഇങ്ങനെ ഇടയ്ക്ക് ഡിസ്റ്റർബൻസിലാണ്. ആ സീൻ ഒന്നുകൂടെ കാണുന്നത് നമുക്ക് നടക്കും. ഈ ചലച്ചിത്ര ലോകത്തുള്ള ഒരു വ്യത്യാസങ്ങൾ അതൊക്കെയാണ്. പിന്നെ നമുക്ക് എപ്പോഴും സരസ്വതി, ഗണപതി, മഹാലക്ഷ്മി ഒരുമിച്ച് വിളയാടുന്ന ഒരു മേഖലയാണ് കലാരംഗം എന്ന് പറയുന്നത്. ആ കലാരംഗത്ത് നിൽക്കുന്ന ആണും പെണ്ണും തീർച്ചയായിട്ടും എപ്പോഴും സംശുദ്ധരായിരിക്കണം എല്ലാ തലത്തിലും. ആണ് വരുമ്പോഴത്തേണ് പെണ്ണ് വരുന്നത്. ആ പെണ്ണുങ്ങൾക്കുള്ള ഒരു ബഹുമാനം നമ്മൾ ആണുങ്ങൾ കൊടുക്കുന്നു, തിരിച്ച് പെണ്ണുങ്ങളും അത് കൊടുക്കേണ്ടതുണ്ട്. ഇന്നിപ്പോ പല ആൾക്കാരും ചെയ്യുന്നത്, നമ്മളെ ക്ഷീണരായിട്ടുള്ള ആൾക്കാരെ എങ്ങനെ മോശപ്പെടുത്താം. ഒരു പക്ഷേ മലയാള ചലച്ചിത്ര ലോകത്ത് മാത്രമല്ല, സ്ത്രീ പുരുഷന്മാരുള്ള എല്ലാ മേഖലകളിലും, സമസ്ത മേഖലകളിലും ലോകത്തോടെമ്പാടും നടക്കാൻ പാടത്ത് പലരും നടക്കുന്നുണ്ട്, നടക്കേണ്ടതൊക്കെ നടക്കുന്നുണ്ട്. ഇത് ചിലർക്കൊക്കെ ഒരു വരുമാന മാർഗമായിരിക്കും. ഈ വരുമാനം നിലയ്ക്കുമ്പോഴാണ്, അല്ലെങ്കിൽ പിന്നീട് വേറെ അപ്പോഴാണ് ഇവരെ കടന്നാക്രമിക്കുന്നത്. അതിലേക്ക് ഒരു ഫോക്കസ്. സിദ്ദിഖായാലും ഇവരെല്ലാം കോടതി പറഞ്ഞതുപോലെ ആണുങ്ങൾക്കും ഉണ്ട് ആത്മാഭിമാനവും കുടുംബവും ഒക്കെ, മക്കളും മരുമക്കളും അവരുടെ കുടുംബങ്ങളും. അപ്പൊ ശരിക്കും പറയാൻ സമൂഹത്തെ തകർക്കുന്ന രീതിയിലുള്ള ഇപ്പോഴത്തെ ഈ ഒരു ഞാൻ അതിൽ കിടക്കുകയല്ല, ചില ആൾക്കാരുടെ ചില ആ രീതികൾ ശരിയുള്ള കാര്യമല്ല. അപ്പൊ കോടതിയിൽ പറയുമ്പോൾ ചാനലുകാർ തന്നെ പറയുന്നുണ്ട്, ബലാത്സംഗം ചെയ്തു എന്ന്. ഈ ചാനലുകാർ പോയി കണ്ടോ? അപ്പം ഒരു കുറ്റ ആരോപിതനാണ്. പക്ഷെ അദ്ദേഹം ഏതെങ്കിലും തരത്തിൽ തെളിവുകൾ ശേഖരിച്ചിട്ട് അത് കണ്ട് ആ തെളിവിന്റെ അടിസ്ഥാനത്തിൽ ശിക്ഷിച്ചാൽ ഒരുപക്ഷെ നമുക്ക് അങ്ങനെ പറയാം. ഈ ചാനലുകാർ തന്നെ നമ്മൾ പറയുകയാണ്. ചാനലുകാർക്ക് എല്ലാവർക്കും ബിസിനസ്. ഇന്നലെ 4 പെൺപിള്ളേർ മരിച്ചുപോയി വണ്ടി ആക്സിഡന്റ്. നമുക്ക് എല്ലാവർക്കും ദുഃഖമുണ്ട്. നടക്കാൻ പാടുള്ളത് അത് അതിന് മുമ്പ് 2 ദിവസം മുമ്പ് വേറെ ഒരു അപകടം. ഇങ്ങനെ ഡെയിലി അപകടം നടക്കും. ഇതിനെല്ലാം OB വാൻ കൊണ്ടിട്ടിട്ട് 2 ദിവസം 3 ദിവസം ഇവർക്ക് ആഘോഷിക്കുകയാണ്. ഒരു ചാനലും വയ്ക്കാൻ നോക്കിയില്ല, മറ്റൊരു വാർത്തയും ഇല്ല. ഈ പിള്ളേർ മരിച്ചതിന്റെ OB വാനിൽ ഇങ്ങനെ ആഘോഷിക്കുക. എന്തിനാണ്?
അവർക്ക് അവിടെ പ്രയാസമുണ്ട്. ആ പ്രയാസം നമ്മളെ കൂടി ഒരു ദിവസം ഇല്ലാതാക്കുന്നു. അപ്പൊ ഈ ചാനലുകാര് ഈ നമ്മുടെ സീരിയൽ രംഗം വട്ടാക്കുന്ന പോലെ വാർത്താ രംഗങ്ങളും ഈ ചാനലുകാർ മനഃപൂർവ്വം അല്ലെങ്കിൽ ബോധപൂർവ്വം അവരും വഷളാക്കുന്നു, നശിപ്പിക്കുക. നമ്മുടെ സമൂഹത്തിന് ഉണ്ടാകുന്ന എല്ലാ തരത്തിലുള്ള തെറ്റുകൾ മാത്രം എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സമൂഹത്തെ മലീമസമായ വഴികളിൽ കൂടി സഞ്ചരിക്കുന്നു. അപ്പൊ അതൊന്നും പാടില്ല. എന്തായാലും നമ്മുടെ ഈ 29ാമത് ചലച്ചിത്രമേളയാണ് ഇപ്പോൾ നടക്കുന്നത്, അന്താരാഷ്ട്ര ചലച്ചിത്രമേള. കഴിഞ്ഞ 28 ഞാനുണ്ട്. അത് ഇത്തവണ എനിക്ക് തോന്നുന്നത് വളരെ വിപുലമായ രീതിയിൽ മറ്റേ പണ്ടൊക്കെ കഴിയണൊക്കെ കുടികളൊക്കെയാണ് മറിച്ച് ഇത്തവണ എല്ലാം നല്ല രീതിയിൽ കഥൊക്കെ വെച്ച് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഫിലിം മേള ഒന്നുമേൽ വളരെ മികച്ച രീതിയിലാണ് ഇത്തവണ സംഘടിപ്പിക്കുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത് ആ സംഘാടക മികവ് കാട്ടുന്ന നമ്മുടെ ചലച്ചിത്ര നടൻ ചെയർമാൻ കഴക്കൂട്ടം പ്രേംകുമാറിന് തന്നെയാണ്. ഞാൻ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്ന മറ്റുള്ള എല്ലാവരെയും, മുഖ്യമന്ത്രിയാണെങ്കിലും സാംസ്കാരിക വകുപ്പ് മന്ത്രിയാണെങ്കിലും അദ്ദേഹത്തിൻ്റെ സപ്പോർട്ടിനേറ്റ് ആയത് നമ്മുടെ കലാരംഗത്തുള്ളവരായാലും എല്ലാവരും അദ്ദേഹത്തോടൊപ്പം ഉണ്ട്. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞ ഈ സീരിയൽ ചില എന്നുള്ള അതിനെ തൂക്കിപ്പിടിച്ചു കൊണ്ടുവന്നപ്പോഴും ഏറ്റവും കൂടുതൽ 99% പേര് സപ്പോർട്ട് ചെയ്തത് പ്രേംകുമാറിൻ്റെ ആ വാക്കുകൾ തന്നെയാണ്. അതിൽ വേറെ കുറ്റപ്പെടാനൊന്നുമില്ല. എന്തായാലും ഒരു നല്ല സന്ദേശം ആയിക്കോട്ടെ. ഇനിയും മുന്നോട്ട് വരുന്ന ഓരോ ദിവസവും